ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനിടയിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ 2 മലയാളികൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഡെത്ത് സംഭവിച്ചു. അത് 2 പേർക്കും പ്രത്യേകിച്ച് ഒരു ആയിരുന്ന ആളുകളല്ല. അവർ ഫിസിക്കലായിട്ട് ആക്റ്റീവായിരുന്നു, ഫിസിക്കലായിട്ടുള്ള അങ്ങനത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്ന അവസ്ഥ. അതാണ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾക്കും നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും കാര്യമായ ഡൗട്ടുകളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പം ഇത് കാർഡിയക് അറസ്റ്റ് ആണോ, ഹാർട്ട് അറ്റാക്ക് ആണോ, ഇത് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് അറിവുള്ള ഒരാൾ വേണം. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ എന്നുള്ളത് ന്യൂസിലാൻഡിൽ തന്നെ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഉള്ളത്. ഞാൻ ഡോക്ടറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് പ്രദീപ്, ഫുൾ നെയിം പ്രദീപ് ശ്രീകുമാർ. ഞാനിപ്പോൾ ടോറൻഗോ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ജോയിൻ ചെയ്തിട്ട് അറൗണ്ട് 3 years ആയിപ്പോൾ. പഠിച്ചത് എല്ലാം ഇന്ത്യയിലാണ്. MBBS ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, MD ജനറൽ മെഡിസിൻ ചെയ്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ, അത് കഴിഞ്ഞിട്ട് കാർഡിയോളജിയിൽ DM ചെയ്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അതിനുശേഷം ഞാൻ 1 കൊല്ലം ഇൻ്റർവെൻഷണൽ കാർഡിയോളജി ഫെലോഷിപ്പിനായിട്ടാണ് ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നത്. ഹാമിൽട്ടണിലെ വൈക്കറ്റോ ഹോസ്പിറ്റലിലായിരുന്നു ഫെലോഷിപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ന്യൂസിലാൻഡിൽ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനിൽ വേറെ ഫോറിൻ ഡിഗ്രീസ് ഒന്നും അധികം എടുത്തിട്ടില്ല. പക്ഷേ ഹാമിൽട്ടണിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്യും. പിന്നെ ആ സമയത്ത് തന്നെ ഇവിടെ ഒരു ജോബ് ഓഫർ വന്ന് അങ്ങനെ ഇവിടെ സെറ്റിൽ ആയതാണ്. ഇപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കാഷ്വൽ ചോദിച്ചോട്ടെ, നാട്ടിൽ പ്രാക്ടീസ് ന്യൂസിലാൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന തമ്മിൽ വളരെ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. മെയിൻലി പോപ്പുലേഷൻ നമ്പർ തന്നെയാണ് അതിൽ വ്യത്യാസം. ഞാൻ നാട്ടിലെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അത്രയധികം പേഷ്യൻസ് ആണ്. ഇപ്പോൾ ഒരു ദിവസം ക്ലിനിക്കിൽ അവിടെ OP സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം ഒരു 40-50 പേഷ്യൻസിനെ ഒരാൾ കാണേണ്ടി വരും. കാരണം മൊത്തം കാർഡിയോളജി OP ഉണ്ടായിരുന്നത് ഒരു 300 മുതൽ 400 പേഷ്യൻസിനെയാണ് ഒരു ദിവസം കണ്ടിരുന്നത് അവിടെ. അത് പക്ഷേ ഒരു 10 ഡോക്ടേഴ്സ് ഉണ്ടാവും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. അന്ന് ക്ലിനിക്കിൽ ഇരിക്കുന്ന 10 ഡോക്ടേഴ്സ് കൂടി ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു 40 പേഷ്യൻസിനെങ്കിലും നമ്മൾ കാണേണ്ടി വരും ഒരു 8 മണിക്കൂറിൽ. അപ്പോൾ ഒരു 5 പേഷ്യൻസിനെ 1 മണിക്കൂറിൽ കാണാറുണ്ട്. അത്രയും ഇവിടെ വ്യത്യാസമാണ്. ഇവിടെ ഡിഫറെൻ്റ് ആണ് സിസ്റ്റം. ഇവിടെ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും പേഷ്യൻസിൻ്റെ അടുത്ത്. ഇവിടെ റെക്കോർഡ് കീപ്പിംഗ് കൂടുതൽ ഫോക്കസ് വേണ്ടി വരും. ഇവിടെ ഒരു കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ള നിലയിലാണ്. പിന്നെ പോപ്പുലേഷൻ അത്ര ഇല്ല. അപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിൽ ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ. ഇപ്പോൾ ഞാൻ ക്ലിനിക്കിൽ മാക്സിമം ഒരു 8 പേഷ്യൻസിനെയൊക്കെയാണ് കാണേണ്ടി വരുള്ളൂ. പകുതി അത് 4 hours-ലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മെയിൻലി പോപ്പുലേഷൻ തന്നെയാണ് ഡിഫറൻസ്. ഒരു വർക്ക് ലോഡ് വളരെ വ്യത്യാസമുണ്ട്. ഞാൻ മലയാളികൾക്ക് കാർഡിയക് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ റിസ്ക് കൂടുതലാണോ? ഡോക്ടറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ്? കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ മെയിൻലി വരുന്നത് ജെനറ്റിക്സ്. നമ്മുടെ ജനിതക സംബന്ധമായത് ഘടനയിൽ തന്നെ ഇന്ത്യൻസിന് ഹൈ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡിൽ പറയുമ്പോൾ മാവോറി പോപ്പുലേഷൻ്റെ ഏകദേശം അതേ റിസ്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ കാണാറുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളെ ഇന്ത്യൻ ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ ആയി കഴിഞ്ഞു. പിന്നെ അതിൽ ആഡ് ഓൺ ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വ്യായാമ ശൈലികൾ, ഇതെല്ലാം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ പുകവലി, അങ്ങനത്തെ ശീലങ്ങൾ വേറെ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ ജീൻ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ആയി കഴിഞ്ഞു. ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ പറയുന്നത് നമ്മൾ അനങ്ങാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ വേണ്ടത്ര മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ള ഹാർട്ടിന് വലിയൊരു റിസ്ക് ആണ്.
സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ വലിയ എക്സസൈസോ ജിമ്മിലൊന്നും പോയില്ലെങ്കിലും ഒരു 20 മിനിറ്റോ 20 തൊട്ട് 30 മിനിറ്റ് വരെ കുറച്ച് സ്പീഡിൽ നടക്കുന്നതാണ് ഹാർട്ടിന് ഭയങ്കര നല്ലൊരു എക്സസൈസ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, കോസ്റ്റ്ലി അല്ല. പക്ഷെ പലപ്പോഴും പലർക്കും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ, ഇന്നത്തെ ഒരു ഹറിബറി അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വിട്ടുപോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഞാനത് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. നമുക്ക് മെഡിക്കൽ ഒരു ടച്ച് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും ഇത് രണ്ടും ഒന്നാണോ? അല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥ. അപ്പം അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്തത്തിലേക്കുള്ള രക്തധമനിയിൽ പെട്ടെന്ന് ബ്ലോക്ക് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പം അതുകൊണ്ട് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. പക്ഷേ കാർഡിയക് അറസ്റ്റിന് ഇതല്ലാണ്ട് പല കാരണങ്ങൾ കൊണ്ട് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക്, ഏറ്റവും മെയിൻ ആയിട്ട് കാണുന്ന ഹാർട്ട് അറ്റാക്ക് ആണ്. ഇതിൽ അല്ലാത്ത വേറൊരു വിഭാഗം ഹാർട്ടിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന അരിത്മിയ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഹാർട്ടിന്റെ ഇടിപ്പിൽ വ്യത്യാസം വരുന്ന ഒരവസ്ഥ. അത് ഇതുപോലെ കാർഡിയക് അറസ്റ്റിന് ഒരു വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് മെയിൻലി കാർഡിയക് അറസ്റ്റിനുള്ള കാരണങ്ങൾ. ഇനി ഇതല്ലാണ്ട് ഹാർട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടും കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആക്സിഡന്റിൽ പെടുന്നു, കാർ ആക്സിഡന്റിൽ പെട്ടുന്നു. അതിൽ ഈ നെഞ്ചിൽ പെട്ടെന്ന് ശക്തമായ ആഘാതം ഏൽക്കുമ്പോൾ അതും പെട്ടെന്ന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വ്യത്യാസം വന്ന് അപ്പോഴും കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. പക്ഷെ അതിൽ ഹാർട്ടിന് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്തൊരു കോസാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പിന്നെ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ കുറഞ്ഞു പോയി വരുമ്പോൾ വീണ്ടും കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. പല കാരണങ്ങളിലെയും അവസാന സ്റ്റേജ് ആയിട്ട് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. അപ്പം അതിൽ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു വലിയ എൻറ്റിറ്റിയാണ്. അപ്പം അതിന് കാർഡിയക് അറസ്റ്റിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതൊരു ചലഞ്ചിങ് ആസ്പെക്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുമ്പോൾ ആദ്യത്തെ നിമിഷത്തിൽ നമുക്കത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. അതിനായിട്ടാണ് നമ്മൾ ECGയും ബാക്കി ടെസ്റ്റുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പം ഇവിടെ ഉള്ള ഫാക്ടേഴ്സിൽ ഇപ്പം എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സാണ് കൂടുതൽ സാധാരണ ഒരു കാർഡിയക് അറസ്റ്റിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൽ ഫാമിലി ഹിസ്റ്ററിക്ക് ഉള്ളത്? ഫാമിലി ഹിസ്റ്ററിക്കും വലിയ റോളുണ്ട്. ജനറ്റിക് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യൻ അല്ലെങ്കിൽ ചില പോപ്പുലേഷന് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മാവോരി പോപ്പുലേഷൻ കൂടുതൽ. ഇപ്പോൾ വൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മാവോരീസിന് കൂടുതൽ റിസ്ക് ഉണ്ട്. ഇന്ത്യൻ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഉണ്ട്. അതിൽ കൂടുതൽ റിസ്ക് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജനിച്ച സിബ്ലിങ്സിനോ ജ്യേഷ്ഠനോ സഹോദരിക്കോ ഒക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കോഷ്യസ് ആണ്. അതിനർത്ഥം നമുക്ക് റിസ്ക് കൂടുതലുണ്ട് എന്നാണ്. അപ്പം ഫാമിലി ഹിസ്റ്ററി വലിയ പങ്ക് വഹിക്കും. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പോൾ അതിന് കൂടുതലായിട്ട് കോഷ്യസ് ആവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ റിസ്ക് ഉള്ള ഒരാൾ ഇപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടുത്തെ അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് വേൾഡിലെ ഹെൽത്ത് സിസ്റ്റം അനുസരിച്ച് ഇവർ എത്ര നാൾ കൂടുമ്പം ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ECGയോ അല്ലെങ്കിൽ എക്കോ അങ്ങനെയുള്ള ട്രെഡ്മിൽ ടെസ്റ്റോ ഇത് എത്ര നാൾ കൂടുമ്പം ഒന്ന് ചെയ്യണം, അതായത് മോണിറ്റർ ചെയ്യണം? മോണിറ്ററിങ് വരുന്നത് ഫസ്റ്റ് ഒരു തവണ എന്തായാലും ചെയ്യണം. വെച്ചാൽ നമ്മൾ ബ്ലഡിൽ നമ്മൾ നോക്കാറുള്ളത് സാധാരണ കൊളസ്ട്രോൾ ലെവൽസ് നോക്കാറുണ്ട്. പിന്നെ വലിയൊരു റിസ്ക് ഫാക്ടർ ഡയബറ്റീസ് ആണ്. ബ്ലഡ് ഷുഗർ കൂടുതലുണ്ടെങ്കിൽ പ്രമേഹം വലിയൊരു റിസ്ക് ഫാക്ടറാണ്. പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളുടെ സെയിം റിസ്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. പ്രമേഹം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ തന്നെ നമ്മൾ കൂടുതൽ കോഷ്യസ് ആവണം. അപ്പം അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രമേഹം നമുക്ക് മെയിനായിട്ട് പെട്ടെന്ന് തന്നെ വെച്ചാൽ കൂടുതൽ ബ്ലഡ് ഷുഗർ കൂടുതലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആവറേജ് ബ്ലഡ് ഷുഗറിന് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാറുണ്ട്, സ്ക്രീനിങ് ടെസ്റ്റായിട്ട്. പിന്നെ കൊളസ്ട്രോൾ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോളിൽ തന്നെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അതിന് തന്നെ ഒരു വിഭാഗമുണ്ട്, ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറഞ്ഞിട്ട്. അതും കുറച്ച് റിസ്ക് കൂടുതലുള്ള അവസ്ഥയാണ്. ചെറിയ 30-40 വയസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ അതിന് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. പിന്നെ കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് ഇത് ഹാർട്ടിന് അറ്റാക്ക് വരാനും ബാക്കിയുള്ള അരിത്മിയ വരാനുള്ള റിസ്കുകൾ കൂടുതലുണ്ട്.
അപ്പോൾ നമ്മൾ മെയിൻലി കിഡ്നിക്ക് പ്രശ്നമുണ്ടോ, ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്, കൊളസ്ട്രോൾ ലെവൽസ് ചെക്ക് ചെയ്യാറുണ്ട്. കൊളസ്ട്രോൾ തന്നെ പല കൊളസ്ട്രോൾ ഉണ്ട്, മോശപ്പെട്ട കൊളസ്ട്രോൾ ഉണ്ട്. അതിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ HDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ കുറവാവുക. അതിൽ തന്നെ പല റേഷ്യോസും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഒരു വട്ടം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ റിസൾട്ട് നോർമൽ ആണെങ്കിൽ യൂഷ്വലി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ചെയ്യാറില്ല. നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ ആ ലെവൽസ് അനുസരിച്ചിട്ടാണ് പിന്നെ മോണിറ്റർ ചെയ്യാറുള്ളത്. ഓക്കെ. ഇതിനകത്ത് ഒരു ഒരു കാര്യം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രായമായവർക്ക് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഈ യങ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് റേറ്റ് കൂടിയിട്ടുണ്ടോ? അതായത് കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ. പിന്നെ ഇതിനെ ചുറ്റി പല തിയറികളുണ്ട്. ചിലർ പറയുന്നത് ഇപ്പോൾ കോവിഡ് വാക്സിൻ കൊണ്ട് റിസ്ക് കൂടി എന്നും, ചില പോപ്പുലേഷനിൽ അതിൻ്റെ റിസ്ക് കൂടിയെന്നും. അതുകൊണ്ടാണ് ഈ യങ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഈ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്ന് കുറേ കോൺസ്പിറസി തിയറി പോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ഇത് എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല ഇത് വളരെ എന്താ പറയുക, ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു ടോപ്പിക്കായിട്ടാണ് തോന്നിയിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം കഴിഞ്ഞ 10 വർഷത്തിൽ അങ്ങനെ കുറച്ച് പഠനങ്ങളുണ്ട്. ഒരു ഏകദേശം 2% കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. 40 വയസ്സിന് താഴെയുള്ള ഹാർട്ട് അറ്റാക്സ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് മിക്കവാറും ഈ ട്രയൽസ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ വരാന്ന് വെച്ചാൽ വാക്സിനേഷൻ ഒട്ടുമിക്കവരും എടുത്തിട്ടുണ്ടാവും. പക്ഷെ കോവിഡ് വന്നപ്പോൾ വേറെ സംഭവിച്ചത് ആൾക്കാരുടെ നീക്കം അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്, വ്യായാമം കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുമ്പോൾ തന്നെ അത് വളരെ കോംപ്ലെക്സ് ആണ്. ഇപ്പോൾ വാക്സിൻ എടുത്ത ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എക്സാമ്പിൾ, അങ്ങനെ വരുമ്പോൾ പക്ഷെ ആളത് ആ സമയത്ത് വ്യായാമം നിർത്തിയത് കൊണ്ടാണോ അത് വന്നത്, അതോ വാക്സിൻ എടുത്തുകൊണ്ടാണോ വന്നതെന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. വാക്സിന് ഈ ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് കുറച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അതിൻ്റെ ഇഫക്ട്സ് ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ട് സാധ്യത കുറവാണ്. ഇമ്മീഡിയറ്റ്ലി ക്ലോട്ടിങ്ങിന് കുറച്ച് കൂടുതലായിട്ടുള്ള കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിചാരിതമായ ക്ലോട്ടുകൾ, എസ്പെഷ്യലി ഈ വെയിനിൽ ക്ലോട്ട് വരുന്നതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആ സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു റോളുണ്ട്, പക്ഷെ അതൊരു ലോങ് ടേം പ്രോബ്ലം ആയിട്ട് ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിൻ്റെയും നമുക്ക് മേജർ ഇപ്പോൾ റാൻഡമൈസ് ട്രയൽസ് പറയുന്നത് വലിയ കുറേ ആൾക്കാരിൽ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഒരു സയൻറ്റിഫിക് പ്രൂഫായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് തിയറി ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. പക്ഷേ ജനറലി ഒരു 2%ഓളം ഹാർട്ട് അറ്റാക്ക് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് അല്ല കാർഡിയക് അറസ്റ്റ് കൂടുതലായിട്ട് കണ്ടതായിട്ട് US നിന്നുള്ള കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. അതുപോലെ ഈയിടെയായിട്ട് ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ കുറെ പേര് ഇതുപോലെ കാർഡിയക് അറസ്റ്റ് വന്നിട്ടും കുഴഞ്ഞു വീണ് മരിക്കുന്ന വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുറെ സെലിബ്രിറ്റീസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മരിച്ചു. അതൊരു ഇൻക്രീസ് റിസ്ക് ഫാക്ടർ ആണോ? ഇൻക്രീസ് ആണ്. അത് പലപ്പോഴും ക്ലാസിക്കലായിട്ട് ശരിക്കും ക്ലാസിക്കലായിട്ട് കാണാറുള്ളത് ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. കാർഡിയോ മയോപ്പതി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലിൻ്റെ അസുഖങ്ങൾ. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എരിത്മിയ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ എക്സസൈസ് ഉണ്ടാവുന്ന സമയത്താണ്. ഹോർമോണുകളുടെ ലെവൽസ് വ്യത്യാസം വരും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് കൂടുതലായി വരുന്നൊരവസ്ഥ. ഹാർട്ടിൻ്റെ ഇടിപ്പ് സാധാരണയായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലോണം കൂടും. അതൊരു നോർമൽ റെസ്പോൺസ് ആണ്. പക്ഷെ ആ ഒരു സമയത്ത് ഈ അരിത്മിയ ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്ക് അത് പെട്ടെന്ന് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ കാണാറുള്ള സാധാരണ ഈ ഹാർട്ടിൻ്റെ മസിലിൻ്റെ അസുഖമുള്ളവർക്ക്. ചിലപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒരു ലക്ഷണം ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് പെട്ടെന്ന് അരിത്മിയ ആയിട്ട് വന്നിട്ട് സഡൻ ഡെത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആകെയുള്ള ടെസ്റ്റ് നമ്മൾ എക്കോകാർഡിയോഗ്രാം എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ സ്കാനാണ്. അപ്പം നമ്മൾ ആരും വെറുതെ ഹാർട്ടിൻ്റെ സ്കാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്യാറില്ല. അതിന് ഇൻഡിക്കേഷൻസ് ഉണ്ട്, അതിന് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ റിസോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എസ്പെഷ്യലി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഫാമിലിയെ എപ്പോഴും സ്ക്രീൻ ചെയ്യാറുണ്ട്. അതുപോലെ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള കൊളസ്ട്രോൾ അടിഞ്ഞിട്ടുള്ള ഈ പ്ലാക്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് എക്സസൈസ്, നല്ലോണം വ്യായാമം ചെയ്യുമ്പോൾ അത് റപ്ചർ ചെയ്യാനുള്ള ചെറിയൊരു റിസ്ക് കാണാറുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ നമുക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് സാധാരണ ഇങ്ങനെ ഒരു സഡൻ അരിത്മിയ അല്ലെങ്കിൽ ബ്ലോക്കേജ് ആയിട്ട് കാണാറുള്ളത്. പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനായിട്ട് കുറച്ച് റിസ്ക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ഒരു അപ്രോക്സിമേഷൻ ആണ്, പക്ഷെ എങ്കിലും അങ്ങനത്തെ കുറച്ച് ടൂൾസ് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചോദിച്ചു കിട്ടേക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെയുള്ള പല മലയാളികളും ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് കുട്ടികളുള്ളവർ ഓപ്പോസിറ്റ് ഷിഫ്റ്റിലാണ് ചെയ്യുന്നത്. അവരുടെ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കാറില്ല. അപ്പം ഈ ഫാക്ടേഴ്സ്, അതായത് ഉറക്കവും സ്ലീപ്പ് സൈക്കിളും ഈ കാർഡിയക് റിസ്കിലും ബന്ധമുണ്ടോ? ഡയറക്റ്റ് ഇഫക്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് സാധാരണ സ്ലീപ്പ് സൈക്കിൾ ഓൾട്ടർ ചെയ്യുമ്പോൾ ആങ്സൈറ്റി അല്ലെങ്കിൽ നമുക്കൊരു ആകാംക്ഷ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് കൂടുതലുണ്ടാവും. സാധാരണ മെൻ്റൽ സ്ട്രെസ് കൂടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇഫക്റ്റ് ഉണ്ട്. മെൻ്റൽ സ്ട്രെസ് വരുന്ന അനുസരിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലത്തെ ഹോർമോണൽ ലെവൽസ് ചേഞ്ച് ആകുമ്പോൾ കാർഡിയക് റിസ്ക് കൂടുതലാണ്. എല്ലാ ടൈപ്പ് സ്ട്രെസ്സും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്, മെൻ്റൽ സ്ട്രെസ്, ഇതെല്ലാം കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിത്മിയ ആകാം അല്ലെങ്കിൽ ബ്ലോക്കേജ് ആവാം. ഇത് രണ്ടിനും നമുക്ക് ആക്ച്വലി റിസ്ക് കൂടും. അതുപോലെ ഇപ്പോൾ ഈ പുതിയ ടെക്നോളജി, ഇപ്പോൾ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ അതുപോലെ വെയറബിൾ ആയിട്ടുള്ള ടെക്നോളജി, അത് എത്രത്തോളം റിലയബിൾ ആണ് നമുക്ക് ഈ കാർഡിയാക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്? റിലയബിലിറ്റി ആക്ച്വലി വളരെ നല്ലതാണ്. എസ്പെഷ്യലി പുതിയ ജനറേഷൻ ആൻഡ്രോയിഡ് വാച്ചസും ആപ്പിളിൻ്റെ വാച്ചസിന് ആക്ച്വലി FDA അപ്രൂവൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ US അത് നമുക്ക് ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇൻട്രസ്റ്റിംഗ്ലി ന്യൂസിലാൻഡിലും അതൊരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് മെയിൻലി അഡ്വാൻറ്റേജ് വരുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ രക്തധമനിയിലെ ബ്ലോക്കേജിന് അതിന് വലിയൊരു റോളില്ല. കൂടുതലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ വ്യതിയാനം, അരിത്മിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇടുപ്പിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ടൂളാണ്. നമുക്ക് മെയിൻലി ചാലഞ്ചിങ് ആയിട്ട് വരാം. അപ്പം എസ്പെഷ്യലി ന്യൂസിലാൻഡിലെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഇടിപ്പ് വരുന്ന ഒരു വ്യക്തിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മളെ കണ്ട് നമ്മൾ മോണിറ്ററിങ് ടെസ്റ്റ് ഹോസ്പിറ്റലിലുള്ളത് എക്യുപ്മെൻറ്റ് നമ്മളൊരു മാക്സിമം 48 hours അല്ലെങ്കിൽ ഒരു 3 ദിവസം വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊരു പബ്ലിക് റിസോഴ്സ് ആയതുകൊണ്ട്, കാരണം ആൾക്കാർ വെയിറ്റ് ചെയ്യണോണ്ട്. അപ്പോൾ ആ 3 ദിവസത്തിൽ നമുക്ക് ഉള്ള വ്യതിയാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പം സംഭവിക്കുക ആ 3 ദിവസങ്ങളിൽ നമുക്ക് ഈ അബ്നോർമൽ ആക്ടിവിറ്റി ഉണ്ടാവാതെ വരും. അപ്പോൾ അത് ആ ടെസ്റ്റ് നോർമലായിട്ട് കാണിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു കണ്ടീഷൻ ടോട്ടലി മിസ് ചെയ്യാറുണ്ട്. അവിടെയാണ് ആക്ച്വലി ഈ വാച്ചസ് വളരെ ഹെൽപ്ഫുൾ. കാരണം വാച്ച് വാങ്ങുന്ന ചിലവുണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കെട്ടിയിട്ട് പല വാച്ചസും ഓട്ടോമാറ്റിക്കലി റിതം റെക്കോർഡ് ചെയ്യാറുണ്ട്, അബ്നോർമൽ റിതംസ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു പുതിയ റെഫറൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഈ ആപ്പിൾസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വാച്ചസിന്. അബ്നോർമൽ ട്രേസിംഗ് എന്ന് പറഞ്ഞിട്ട് GPയുടെ അവിടെ നിന്ന് നമുക്ക് റെഫറൽസ് കിട്ടാറുണ്ട്. അപ്പം പ്രാക്ടിക്കലി പറയാച്ചാൽ നമുക്കതൊരു യൂസ്ഫുൾ ടെക്നോളജിയുടെ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും കുറേ ഫോൾസ് റെക്കോർഡിങ്സും കാണാറുണ്ട്. ജനറലി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് ഇപ്പോഴും തെറ്റി കാണിക്കും. പക്ഷേ അതിന് നമ്മൾ ഫോൾസ് പോസിറ്റീവ് റെക്കോർഡിങ്സ് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ വാച്ച് ചിലപ്പം ഒരു അരിത്മിയായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൈയിൻ്റെ അനക്കം കൊണ്ടോ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻ്റ് കൊണ്ടോ അങ്ങനെ വരാം. പക്ഷേ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞൊരു 2-3 വർഷത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ടെക്നോളജിയിൽ. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി അത് യൂസ് ചെയ്യുന്നുണ്ട് ടെക്നോളജി. പലപ്പോഴും ചില കേസുകളിൽ വേറെ മോണിറ്ററിങ്ങിൽ ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ ആപ്പിൾ വാച്ചിലെയോ മറ്റേ സാംസങ് ആൻഡ്രോയിഡ് വാച്ചസിൻ്റെയോ റെക്കോർഡിങ്സ് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ. അതിപ്പോൾ എനിക്കൊന്ന് കണ്ടുതരുന്നൊരു ഫിനോമിനായിരുന്നു. നമ്മുടെ തന്നെ സുഹൃത്തുക്കൾക്ക് ചിലപ്പം FIB ഒക്കെ അവർക്ക് ഫ്ലാഗ് ചെയ്യുന്നത് ആപ്പിൾ വാച്ചിൽ ആണ് ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അത് പണ്ട് എനിക്കൊന്നൊരു 5 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിക്കാത്തൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പം അത് ഇവോൾവ് ചെയ്ത് വരുമെന്നല്ലേ. ഇപ്പം അടുത്ത ലെവലിലേക്ക് വരുമ്പം നമുക്ക് ഈ വെയറബിൾസ് ഹെൽത്ത് മോണിറ്ററിങ്ങിന് അത് വളരെ ഉപകാരപ്പെടും തോന്നുന്നല്ലേ. കറക്റ്റാണ്. പക്ഷെ അതിന് നമുക്ക് ചെറിയൊരു ഡൗൺ സൈഡ് ഉള്ളത്, നമ്മുടെ ഹെൽത്ത് റിസോഴ്സസ് അത് യൂട്ടിലൈസ് നമുക്കത് കുറേ യൂസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഈ ഫോൾസ് അലാംസ് എല്ലാ സാധനങ്ങളും ആദ്യം ജനറൽ പ്രാക്ടീഷണർ വരാം, പിന്നെ സ്പെഷ്യലിസ്റ്റിന് വരാം. അപ്പം നമ്മുടെ അൺനെസറി ആയിട്ടുള്ള ഒരു വാലുവേഷൻ ഒരു ഭാഗത്ത്, പക്ഷേ കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഈ മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വരുന്നതോടുകൂടി
ആ തെറ്റായി വരുന്ന റെക്കോർഡിങ്സ് കുറഞ്ഞു വരും. കാരണം മെഷീൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെക്കാട്ടിലും സ്പീഡിൽ ചിലപ്പം ഒരു 2-3 കൊല്ലത്തിൽ പെർഫെക്ഷൻ വരും. അപ്പം അതൊരു പ്രോമിസിങ് ആസ്പെക്റ്റ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. ഡോക്ടർ, വേറൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ CCTV ഇമേജസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങി നടക്കുന്നില്ല. 2 രീതിയിലുള്ള ആൾക്കാർ. ഇപ്പം കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുമ്പം ആൾക്കാർ ഇപ്പം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് സ്റ്റോപ്പായി അവർ കൊളാപ്സ് ആവുക. ഉം. അപ്പം അങ്ങനെ വരിക. പിന്നെ അല്ലെങ്കിൽ ആൾക്കാർ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്ത് അത് ദർ സംതിങ് റോങ് വിത്ത് ദം, അത് പാൽപിറ്റേഷനും അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ട് പിന്നെ ഇത് കാർഡിയക് അറസ്റ്റിലേക്ക് പോവുക. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏത് കാര്യങ്ങളാണ്, ഏത് സിംറ്റമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്? കാർഡിയക് അറസ്റ്റിലെ ഞാൻ പറഞ്ഞ പോലെ പല കാരണങ്ങളും ഉണ്ടാവാം. അതിൽ 2 മെയിൻ ഗ്രൂപ്പ്സ് ഈ പറഞ്ഞ പോലെ ഹാർട്ടിൽ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന ഒരു ടൈപ്പ്. രണ്ടാമത്തെ മെയിൻലി കാണുന്നത് ഈ കാർഡിയക് എറിത്മിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടിപ്പ് പെട്ടെന്ന് കൂടുന്ന അവസ്ഥ. അപ്പോൾ സിംറ്റംസും അത് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവണതെന്നനുസരിച്ചിട്ടാണ് സാധാരണ ഉണ്ടാവുക. ഹാർട്ട് അറ്റാക്കിന് നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള പറയായിട്ടുള്ളത് മറ്റേ നമ്മുടെ ചെസ്റ്റിൻ്റെ നടുവിൽ ഒരു ഖനം അല്ലെങ്കിൽ ഭാരം വെച്ച പോലെയാണ് പലരും ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ചിലവർക്കത് വേദനയാവാം, ചിലർ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കും. അത് വളരെ വേഗമായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. പിന്നെ കൂടുതലായിട്ട് വിയർക്കും. നമുക്ക് തന്നെ എന്തോ സംഭവിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവും. കാരണം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇത് ആക്ടിവേഷൻ വരും. അപ്പോൾ നമുക്ക് വല്ലാത്ത ആങ്സൈറ്റി അല്ലെങ്കിൽ വിയർപ്പ് ഇതൊക്കെ കാണാം. ഇപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ നമുക്ക് ആൾക്ക് തന്നെ മനസ്സിലാവും എന്തോ സാധാരണയെന്ന് വ്യത്യസ്തം ആയിട്ടുള്ളൊരു അവസ്ഥ അനുഭവപ്പെടും. ഹാർട്ട് അറ്റാക്കിനെ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാറുണ്ട്. അരീത്മിയക്ക് പ്രശ്നം ചിലപ്പം ഒന്നും അറിയില്ല, നമുക്ക് സിംറ്റംസേ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചിലപ്പം ഉറക്കത്തിലോ പെട്ടെന്ന് ഈ അരിത്മിയ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് പമ്പിങ് പെട്ടെന്ന് നിലച്ചു പോയി കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു സിംറ്റം ഇല്ലാതെ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ നമ്മൾ അരിത്മിയ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പലപ്പോഴും സിംറ്റംസ് കാണും അതിന് മുമ്പേ. ഇനി അതിലും കുഴക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ അരിത്മിയ എന്ന് പറയുന്നത് രക്തധമനിയിലെ ബ്ലോക്കേജ് കൊണ്ട് വരാം. അപ്പോൾ ചിലപ്പം നമ്മൾ ഈ എഗ് ആൻഡ് ചിക്കൻ എന്ന് പറയുന്ന പോലെ ഏത് കോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഹാർട്ടിലെ രക്തക്കുഴൽ ബ്ലോക്ക് ആയാൽ അതുകൊണ്ടും അരിത്മിയ വരാം. അപ്പോൾ അങ്ങനെ അരിത്മിയ വന്ന് കാർഡിയക് അറസ്റ്റ് വരാം. ഇനി തിരിച്ച് ഹാർട്ട് അറ്റാക്കിന് മുമ്പ് ചില കേസുകളിൽ സിംറ്റംസ് ഉണ്ടാവില്ല. എസ്പെഷ്യലി നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് ഉള്ളിലത്തെ ഞരമ്പുകളെ ബാധിച്ചാൽ ഞരമ്പുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ചിലവർക്ക് പ്രമേഹം വരുമ്പോൾ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നെർവ്സ് ശരിക്കും വർക്ക് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവില്ല, വേദന വരാത്തൊരവസ്ഥ വരും. അതും വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമുക്ക് മുമ്പേ സിംറ്റംസ് ഒന്നും തന്നെ കാണില്ല. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ഈ സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഡയബറ്റിസും പിന്നെ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻസ് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്സും പലപ്പോഴും കാണാറുണ്ട്. ഇതുപോലെ തന്നെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടെ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്ക് ഇടയിലുള്ള സംശയമാണ് ഈ ഹെൽത്ത് സിസ്റ്റത്തിനകത്തോട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ആളുകൾക്കൊരു പാൽപിറ്റേഷൻ എഫക്റ്റ് തോന്നി. അപ്പോൾ അവരുടെ ആപ്പിൾ വാച്ചിൽ അല്ലെങ്കിൽ വിയറബിളിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പം അവർ ജി പിയിൽ റെക്കോർഡ് എടുത്ത്, അപ്പം പലപ്പോഴും ആൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ട്. ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഹെൽത്ത് സിസ്റ്റമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഡിലേ ആവുമോ, അതോ ഇതിനെക്കാളും ഭേദം ഇന്ത്യയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത് അങ്ങനെയുള്ള ചിന്തയുണ്ട്. അപ്പം ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ആളുകൾ ഡിലേ ഉണ്ടതായിട്ട് പറയാറുണ്ടോ? അതോ ഡെഫിനറ്റ്ലി ഡിലേ ഉണ്ട്. അത് ഇപ്പോൾ ആക്ച്വലി ഉണ്ട്, നമ്മളത് ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. അതിൽ ചെറിയൊരു ക്യാവിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ എമർജൻസി സിസ്റ്റം റീസണബിളി ഗുഡ് ആണ്. എസ്പെഷ്യലി ഹാർട്ടിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പെട്ടെന്ന് നെഞ്ചുവേദനയായിട്ട് നമുക്ക് ഇ ഡിയിൽ പോയാൽ യൂഷ്വലി നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റിയോ പ്രൊസീജിയേഴ്സോ വലിയ ഡിലേ ഇല്ലാണ്ട് സാധാരണ നമുക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ലൈഫ് സേവിങ് പാർട്ട് ആക്ച്വലി നമ്മൾ ഇവിടുത്തെ കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു
പാരാമെഡിക്കൽ ചെയ്യേണ്ടത്. ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് വരുന്നു, CPR വരുന്നു, അല്ലെങ്കിൽ എമർജൻസി ഹെൽപ്പിന് എക്സലന്റ് റെസ്പോൺസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് എമർജൻസി കെയർ ഇവിടെ വളരെ നല്ല വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഹെൽപ്പ് വരുന്നു, ഹെലികോപ്റ്ററിൽ എയർ ലിഫ്റ്റ് ചെയ്യുന്നു, എവിടെ വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു 15-20 മിനിറ്റ്സ് പലപ്പോഴും എത്തിക്കാറുണ്ട്. ഈ കാർഡിയക് അറസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടൈം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നല്ലതാണ്. പക്ഷേ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എമർജൻസി അല്ലാത്തൊരവസ്ഥ, ക്ലാസിക്കലായിട്ടുള്ളത് ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ ക്ലിനിക്കിൽ ഇവിടെ ഭയങ്കര ബാക്ക്ലോഗ്, ക്ലിനിക്സ് പലപ്പോഴും ഡിലേ ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 7-8 പേഷ്യൻസിന് ഒരു ദിവസം കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ കയറാനായിട്ട് പിന്നെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഗ്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിംറ്റം ആയിട്ട് നിങ്ങൾ GP അടുത്ത് പോയി കഴിഞ്ഞാൽ GP നമുക്ക് റെഫറൽ ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ആണ്. ഇപ്പോൾ ടോറങ്കയിൽ നമ്മൾ ചെയ്യാറുള്ളത്, ഇപ്പോൾ ഇന്ന് നിങ്ങൾ GP കണ്ടിട്ട് ഒരു സ്മാർട്ട് വാച്ചിൽ റെക്കോർഡിങ് കൊടുത്താൽ GP ഇന്ന് റെഫർ ചെയ്താൽ അത് പിറ്റേ ദിവസം ഞങ്ങൾ സ്പെഷ്യലിസ്റ്റ് അന്ന് ഡ്യൂട്ടി ഉള്ള ആൾ ഫുൾ ക്ലിയർ ചെയ്യും. അന്ന് വരുന്ന റെഫറൽസ് അപ്പോൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നാളെ ഡ്യൂട്ടിയിലുള്ള ആൾ എല്ലാ റെഫറൽസും എല്ലാ ECGസും ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിലേ ആക്ച്വലി വരുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ സൈറ്റ് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആപ്പിൾ വാച്ചിൽ ഒരു മേജർ ആയിട്ടുള്ള ഫിബ്രിലേഷനോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്താൽ GPക്ക് ഉടനെ തന്നെ റെസ്പോൺസ് കൊടുക്കും. ഇന്നതാണ് കണ്ടീഷൻ, ഇന്ന മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എമർജൻസി അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഡിലേ വരും. പക്ഷേ നമ്മളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ജനറൽ പ്രാക്ടീഷണർ നമ്മുടെ അഡ്വൈസ് സ്വീകരിച്ച് നിങ്ങളുടെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ഒരു 95% കറക്റ്റായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ പലപ്പോഴും ഇവിടെ ഒരു ഗ്യാപ്സും കാണാറുണ്ട്, ചെറിയൊരു റിസ്ക് ആയിട്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് റെസ്പോൺസ് ജനറലി ഒരു 1-2 ദിവസം, മാക്സിമം ഒരു 4-5 ഡേയ്സിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സും ചെയ്യാറുണ്ട്. അപ്പം മെയിൻലി ഇവിടെ ഡിലേ വരുന്നത് എമർജൻസി അല്ലാത്ത അവസ്ഥയ്ക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് കണ്ട് എമർജൻസി അല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഗ്രേഡ് ചെയ്യും. 3 മാസത്തിനകത്ത് കാണണം, 3 മുതൽ 6 മാസത്തിനകത്ത് കാണണം എന്നൊരു റഫ് ഗ്രേഡിങ്. ഇപ്പം 3 മാസം നമ്മൾ ചോദിച്ചാലും പലപ്പോഴും 4 മാസം 5 മാസം കഴിഞ്ഞിട്ടാണ് അർജന്റ് ഗ്രേഡ് തന്നെ കാണാൻ പറ്റാറുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു നാട്ടിലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ നമുക്ക് ഓടി കയറി കാർഡിയോളജിസ്റ്റിനെ കാണാം, അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താൻ പറ്റും. ആ ഒരു സ്പീഡ് നമുക്ക് ഇവിടെ പലപ്പോഴും പറ്റാറില്ല. പക്ഷെ എനിക്കൊണ്ട് രണ്ട് സിസ്റ്റത്തിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നാട്ടിലേക്ക് പോയിട്ട് ചികിത്സ, എസ്പെഷ്യലി പാൽപിറ്റേഷൻസ് പലപ്പോഴും പല ആൾക്കാരും ചെയ്യാറുണ്ട് ഇവിടുത്തെ ഒരു ഡിലേ കാരണം. പക്ഷെ ഈ ഡിലേ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എമർജൻസി ടെസ്റ്റിൽ ഒന്നും പിക്കപ്പ് ചെയ്യാത്ത അവസ്ഥയിൽ ഒരു ലൈഫ് ത്രെറ്റനിങ് അല്ലാത്ത കേസസിലാണ് നമ്മൾ ഡിലേ കാണാറുള്ളത്. ഇപ്പം ഇതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്, നമ്മൾ ഓൾറെഡി ജനറ്റിക് പോപ്പുലേഷൻ വൈസ് റിസ്ക് ഫാക്ടേഴ്സ് മലയാളികൾക്ക് കൂടുതലാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഞാൻ ഇവിടെയുള്ള വേറെ കമ്മ്യൂണിറ്റികളായിട്ട് ഇപ്പം മൈഗ്രേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, ഇപ്പം ഉദാഹരണത്തിന് പഞ്ചാബികൾ കൂടുതൽ ഫിസിക്കൽ ജോബുകളിലാണ്. നമ്മളുടെ പോപ്പുലേഷൻ കൂടുതൽ ലെസ് ഫിസിക്കൽ ജോബിലാണ് കൂടുതൽ ഉള്ളത്. അതായത് അനങ്ങുന്നത് പൊതുവെ കുറവായിരിക്കാം. ഈവൻ ജിമ്മിൽ പോകുന്നത് പോലും വളരെ താല്പര്യമുള്ളവർ പോകുന്നുണ്ടെന്നല്ലാതെ കൂടുതലിപ്പം രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ ജിമ്മിൽ പോകുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അത് ഓട്ടോമാറ്റിക്കലി ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈയിടെയായിട്ട് ഫുഡിന് ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പണ്ട് നമുക്ക് ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം നാട്ടിൽ പോകുന്നത് തന്നെ ആളുകൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് പണ്ടൊന്നും ഒരു 5 കൊല്ലം മുമ്പേ അതില്ലാത്തൊരു ട്രെൻഡായിരുന്നു. അപ്പം നമ്മളീ പറയുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഹെവി കാലറീസ് ആണ്, അതും കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുന്നുണ്ട്. ഇപ്പം ഈ ഐഡിയലി ഒരു മലയാളി എന്നുള്ള രീതിയിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ പോലും അവർ വർഷത്തിലൊന്നേലും തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണോ? ഏത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ലെവൽസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾസ് ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ നോർമൽ ആണോ, അപ്പോൾ അത് ചെയ്യുന്നത് എപ്പോഴും അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ്, നമുക്ക് എപ്പോഴും ഇന്ത്യൻ പോപ്പുലേഷൻ ഹൈ റിസ്ക് ആണ് ഡയബറ്റീസ്. വേൾഡിൻ്റെ തന്നെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്നത്. ഒന്ന് നമ്മുടെ പോപ്പുലേഷൻ വലുതാണ്, പക്ഷേ ഡയബറ്റീസിന് കൂടുതൽ ടെൻഡൻസി ഉണ്ട്.
ഡയബറ്റീസും വലിയൊരു കാർഡിയക് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ അതിന് ഡയബറ്റീസ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ശേഷം പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അതൊരു ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഒരു 3 monthsന്റെ നോക്കാനുള്ള ഒരു ടെസ്റ്റാണ്. അത് നല്ലൊരു സ്ക്രീനിങ് ടൂളാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യാം. പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ യൂഷ്വലി വൺസ് ഇൻ 3 years or 5 years നോക്കിയാൽ മതി, സിംറ്റംസ് ഇല്ലെങ്കിൽ. ഇത്രയും എനിക്ക് കാര്യങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം മലയാളികൾ നാട്ടിൽ പോകുന്നവർ ഉം. ഒരു 35 വയസ്സ് മുകളിലൊക്കെ ഉം. നാട്ടിൽ പോയിട്ട് ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. ഹെൽത്ത് ചെക്കപ്പിന്റെ അഡ്വാൻറ്റേജസ് പലപ്പോഴും നമുക്ക് ഈ സിംറ്റംസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാം. നാട്ടിലെ ഞാൻ മുമ്പ് അവിടെ പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്തിരുന്നത്, EMS ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ പേഷ്യൻസിനെ കാണാറുണ്ട്, ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നും വരുന്നവർ. ഹാർട്ടിന്റെ ടെസ്റ്റുകൾ നമ്മൾ റൊട്ടീനായിട്ട് സ്ക്രീനിങ് ചെയ്യാറുള്ള എക്കോകാർഡിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അത് ആക്ച്വലി ഒരു വട്ടെങ്കിലും ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ആണ്. കാരണം നമ്മുടെ ഹാർട്ടിലെ ഇത് പറഞ്ഞ പോലെ ജനനം മുതലുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടോ, ഹാർട്ടിന്റെ മസിലിന് പ്രശ്നങ്ങളുണ്ടോ. കോസ്റ്റ്ലി ടെസ്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ അത് കോസ്റ്റ്ലി ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പബ്ലിക് റിസോഴ്സ് ലിമിറ്റേഷൻ കൊണ്ട് പലപ്പോഴും നമുക്ക് വെറുതെ എക്കോ ടെസ്റ്റ് ചെയ്യാനൊന്നും നമ്മുടെ സിസ്റ്റത്തിൽ പറ്റില്ല. പ്രൈവറ്റിൽ പോയാൽ പറ്റും, പക്ഷേ പ്രൈവറ്റിൽ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ കുറച്ച് പാടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഹെൽത്ത് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും എക്കോകാർഡിയോഗ്രാം ചെയ്യാറുണ്ട്. മിക്ക പാക്കേജുകളിലും ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടെ ചെയ്യാറുണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റ് ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് സിംറ്റംസ് ഇല്ലെങ്കിൽ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ടെസ്റ്റ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അബ്നോർമാലിറ്റി വരുമ്പോൾ ചിലപ്പം അത് അനാവശ്യമായ ഒരു സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ നയിക്കും, എസ്പെഷ്യലി ഹാർട്ടിന്റെ കാര്യത്തിൽ. സ്കാനിങ് കുഴപ്പമില്ല, കാരണം സ്കാനിങ്ങിൽ പ്രശ്നമുണ്ടോ ഇല്ലേ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ട്രെഡ്മിൽ പോലത്തെ ടെസ്റ്റുകൾ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, നമുക്ക് സിംറ്റംസ് ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സമാധാനത്തിന് ചിലപ്പം കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അവസാനം ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ നമുക്ക് സമയം നഷ്ടപ്പെടും, കുറേ ചിലപ്പം പൈസ ചിലവാകും. റിസോഴ്സസ് അപ്പം പോകും. അങ്ങനത്തെ ഒരു ഡ്രോബാക്കും കൂടി ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈവൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻഡിക്കേഷൻസ് ഉണ്ടോ അത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണേ. ഇപ്പം നാട്ടിലും അവർ വെറുതെ ടെസ്റ്റ് ചെയ്യാറില്ല, പക്ഷെ പലപ്പോഴും ഹെൽത്ത് പാക്കേജസിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സ്കാനിങ്ങും സ്ക്രീനിങ്ങും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അനാവശ്യമായ ടെസ്റ്റുകളിലേക്ക് എത്താറുണ്ട്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ കുറേ എസ്പെഷ്യലി നമ്മൾ ഹാർട്ടിന്റെ കാര്യത്തിലല്ല, ഇപ്പോൾ വയറിൽ നമ്മൾ ട്യൂമേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യാറുണ്ട്, അത് നേരത്തെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതും കാണാറുണ്ട്. ഹെൽത്ത് സ്ക്രീനിങ് ജനറലി വലിയ പ്രശ്നങ്ങളില്ല, ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണോണ്ട് തെറ്റില്ല. ഇതുപോലെ തന്നെ ഇപ്പം ഈ വേറബിൾസ് പോലെ തന്നെ ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നേഴ്സുമാരുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും CPR ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതൊരു നെസസിറ്റി അല്ല ചെയ്യുമ്പോൾ. നമ്മുടെ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ പലപ്പോഴും സിനിമയിലൊക്കെ കോമഡിയിലാണ് കാണിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ തീരെ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കും ഇവിടെ പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ കാർഡിയക് അറസ്റ്റ് ഒക്കെ വരുമ്പോൾ ഈവൻ പാർട്ട്ണറോ വൈഫോ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇമോഷൻസ് ആണ് വരിക. നമുക്ക് ഒരാൾ കൊളാപ്സ് ചെയ്യുമ്പോൾ ആൾക്കാർ ഒത്തുകൂടുന്നു, ആകെ കൺഫ്യൂഷൻ ആവും. ഇവിടുത്തെ ആൾക്കാർ ഫസ്റ്റ് റെസ്പോൺസ് CPR ആണ്. ഫസ്റ്റ് CPR അല്ലെങ്കിൽ അവർ 111 ഡയൽ ചെയ്യുന്നു, എമർജൻസി ഹെൽപ്പ് എത്തുന്നു. അപ്പോൾ ആ ഒരു ഇമോഷനെ ഓവർകം ചെയ്ത് നമ്മൾ ആക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ മേ ബി സ്കൂൾ ലെവൽ മുതൽ പഠിപ്പിച്ചാൽ ഭയങ്കര ഡിഫറൻസ് വരും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ആക്സസ്, നമ്മളിവിടെ ഡിഫിബ്രിലേറ്റേഴ്സ് ഇപ്പോൾ ജിംസിലൊക്കെ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വേണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ റൂൾ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പലപ്പോഴും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ചിലപ്പം വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ CPR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് പഠിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ വലിയ വിദഗ്ധമായിട്ടുള്ള ട്രെയിനിങ് ഒന്നും ഇല്ല. ഒരു ബൈസ്റ്റാൻഡർ CPR എന്ന് നമ്മൾ പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിലും നമ്മൾ താൽക്കാലികമായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യാനും ബാക്കി ഉള്ള ഓർഗൻസിലേക്ക് രക്തോട്ടം കുറച്ച് നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു ഹെൽപ്പ് കിട്ടുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ ഇവിടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. കാർഡിയക് അറസ്റ്റിൽ നമ്മൾ പേഷ്യൻസിന് തിരിച്ചു വന്ന് പിന്നെ നമുക്ക് ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാനും ബ്ലോക്ക് നീക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പം വ്യത്യാസം തോന്നാറുണ്ട്. പാരാമെഡിക്കൽ സപ്പോർട്ടും ഈവൻ പാരാമെഡിക്കൽ അല്ല, ഫസ്റ്റ് വൈഫോ പാർട്ട്ണറോ CPR വളരെ കൂടുതലാണ് ഇവിടെ. അപ്പം നാട്ടിൽ നമുക്ക് ശരിക്കും ചെയ്യാവുന്നത് അതിനൊരു
ഇങ്ങനത്തെ പ്രോഗ്രാംസോ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷണൽ വീഡിയോസോ ചെയ്തിട്ട് ശരിക്കും CPRന്റെ ഇമ്പോർട്ടൻസും പിന്നെ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ നമുക്കും ഒരു ഇമോഷൻസ് ഓവർകം ചെയ്യാനുള്ള അത് ഡിഫിക്കൽട്ടാണ്, പക്ഷേ നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് അത് മനസ്സിലാവും. എസ്പെഷ്യലി യങ്ങർ ജനറേഷനെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് പലപ്പോഴും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയത് അതുപോലെ എനിക്ക് തന്നെ എൻ്റെ രണ്ടാമത്തെ ആള് ടൊറൻഗോ ഹോസ്പിറ്റലിലാണ് ജനിച്ചത്, ഇവിടെ ന്യൂസിലാൻഡിലാണ് ജനിച്ചത്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അവർ പീഡിയാട്രിക് CPRന്റെ വീഡിയോ കണ്ട് നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് രണ്ടാമത് കുട്ടികൾ കാണുന്ന മറ്റേ സഫോക്കേഷൻ ചോക്കിംഗ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മാനുവേഴ്സും നമ്മൾ വീഡിയോ കണ്ട് നമ്മൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടേ നമുക്ക് അവിടുന്ന് ഡിസ്ചാർജ് തരുന്നുള്ളൂ. അത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലൊന്നും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കാണാറില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മൾ 100% ലിറ്ററസി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റ്. അത് ചെറിയ കാര്യങ്ങൾ. അത് അപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലർക്കും നോളജ് വൈസ് വളരെ കൂടുതൽ അറിയാം, നമുക്ക് തിയറി അറിയാം, പക്ഷെ നമ്മളൊരു ഒരു സാധനം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പലപ്പോഴും അവർ നന്നായിട്ട് ചെയ്യും മോക്ക് ഡ്രിൽസ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള നോളജ് ഇല്ലെങ്കിലും ആ ഒരു എമർജൻസി എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് പ്രോബ്ലി ചെറുപ്പം മുതലേ അവർക്ക് ഒരു ഐഡിയ ഉണ്ട്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് അതിനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ IED ഡിവൈസസ് ഇപ്പോൾ ഇവിടെ ചില വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. IED ഡിവൈസസ് അത് കാർഡിയക് റിസ്ക് ഉള്ളവരുടെ വീട്ടിൽ IED ഡിവൈസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, ഇവിടെയുള്ള മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പം ഈവൻ ആപ്പിൾ വാച്ചിൻ്റെ പ്രാധാന്യം പോലും ആളുകൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഇതിൻ്റെ പ്രാധാന്യം ID മനസ്സിലാക്കുന്നത് എല്ലാവരും വാങ്ങിയില്ലെങ്കിലും നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി സർവീസസിന് എനിക്കാണ് ചിലപ്പം കോസ്റ്റ് ഇഫക്റ്റീവ്നെസിന്റെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മളിത് വാങ്ങി വെച്ചിട്ട് ഇത് ഉണ്ടാവാനുള്ള സാധ്യത എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ലൈഫ് സേവിങ് ആണ്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഏരിയയിൽ ആക്സസ് ഉണ്ടോ എന്ന് എപ്പോഴും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഇമോഷൻസിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കണം, എമർജൻസി ഡയൽ ചെയ്യേണ്ട നമ്പേഴ്സ് എന്താണ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ക്രൈസിസിനെ പറ്റി എപ്പോഴും ചിന്തിക്കുന്നതല്ല, അങ്ങനെ ഉണ്ടാവണമെന്നല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ മുമ്പേ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്ത് ക്ലിയർ ആയിരിക്കും. പലപ്പോഴും ലൈഫ് സേവിങ് ആണ്. ഒരു 2-3 മിനിറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് കാർഡിയക് അറസ്റ്റ് എസ്പെഷ്യലി നമ്മൾ CPR കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം കാണാറില്ല. ചിലപ്പോൾ ആൾ രക്ഷപ്പെടും, എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ബ്ലോക്കൊക്കെ നീക്കി വരുമ്പോഴേക്കും ബ്രെയിൻ ഡാമേജ് വരും. നമ്മൾ ആ ഒരു CPR ബ്ലഡ് കറക്റ്റായിട്ട് എത്താത്തതുകൊണ്ട് ആ ഒരു 5-10 മിനിറ്റ്സ് ഡിലേ കൊണ്ട് പലപ്പോഴും അത് ഏറ്റവും ഡിസ്ട്രസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മൾ പേഷ്യൻ്റ് സർവൈവ് ചെയ്യും, പക്ഷേ ബ്രെയിൻ ഡെത്ത് വന്ന് കോമയിലേക്ക് പോകുന്ന സ്റ്റേജ്. അതാണ് ഏറ്റവും ഒരു സങ്കടമുള്ളൊരവസ്ഥ. അതിന് ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു ബൈസ്റ്റാൻഡർ CPR അല്ലെങ്കിൽ പാർട്ട്ണർ CPR എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ നാട്ടിലെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവിടെ ഈ എമർജൻസി സർവീസസ് ഒക്കെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. ഈ സെൻറ്റ് ജോൺ അല്ലെങ്കിൽ ആംബുലൻസിൽ നമ്മൾ എങ്ങനെ വിളിക്കാം, റെസ്പോൺസ് എന്തായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ അലാം പോലുള്ള സൗകര്യങ്ങൾ ന്യൂസിലാൻഡിൽ ഇത്രയും വൈഡ്ലി അവൈലബിൾ ആണ്. കറക്റ്റ്. അതെനിക്ക് തോന്നുന്നത് പലർക്കും അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ സെന്റ് ജോൺസ് ഒക്കെ വലിയ സർവീസാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എസ്പെഷ്യലി കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയി വരുന്ന പേഷ്യൻസിന്റെ അവസ്ഥ തന്നെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആ കാർഡിയക് അറസ്റ്റ് സർവൈവ് ചെയ്ത് വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ആ ഒരു പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ കൂടുതലാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ അവെയർനെസ്, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എമർജൻസി ഹെൽപ്പ് എത്ര സ്പീഡിൽ വരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഡോക്ടറിനെ കാണാതെ തന്നെ പാരാമെഡിക്കൽ ത്രോംബോലൈസിസ് ചെയ്യാറുണ്ട് നേഴ്സസ്, അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. ഇപ്പോൾ സെൻറ്റ് ജോൺസിൻ്റെ ക്രൂ തന്നെ എന്താ ചെയ്യുക വെച്ചാൽ അന്ന് ഡ്യൂട്ടിയുള്ള കാർഡിയോളജിസ്റ്റിന് അവർക്ക് ഹോട്ട് ലൈൻ ഉണ്ട്. അവർക്ക് ഓൺ ദ സ്പോട്ട് ECG എടുത്ത് നമുക്ക് അയച്ചു തരാം. നമുക്ക് ECG നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം. പലപ്പോഴും അവർ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ അവർക്ക് സ്വമേധമേ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും നമ്മളൊരു ഡോക്ടറിനും പേഷ്യൻറ്റിനും ഇടയിൽ കുറച്ച് ബ്രിഡ്ജിങ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടി
പ്രോബബ്ലി നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലെപ്പോഴും അത് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഡോക്ടറെ കാണുന്ന വരുന്ന ആ ഒരു കാലതാമസവും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഒരു കാർഡിയാക് ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അറിത്മിയോ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഈ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ അതിൽ അഗൈൻ നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻലി പറഞ്ഞ വിഭാഗത്തിൽ ബ്ലോക്ക് വരുന്ന അവസ്ഥ, ഹാർട്ട് അറ്റാക്ക് നമുക്ക് പലപ്പോഴും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച്. നമ്മൾ മെയിൻലി ചെയ്യാറുള്ള ക്ലോട്ട് വന്നാൽ അത് കളയാനായിട്ടുള്ള ബ്ലഡ് തിന്നാക്കുന്ന മെഡിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ആംബുലൻസിലോ ഒക്കെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ക്ലോട്ട് നീക്കാം. അതിനുശേഷം നമ്മൾ കണ്ടുവരാറുള്ള കോംപ്ലിക്കേഷൻസ് അഗെയിൻ നമുക്ക് കുറേ നേരം ഈ ബ്ലോക്ക് നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ വന്ന് ചികിത്സിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ കോശങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരും. അത് നമുക്ക് ചിലപ്പം മുഴുവനായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. അത് നമ്മളൊരു ഹാർട്ട് ഫെയിലിയർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിലപ്പം പോവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ലോങ് ടേം ശ്വാസം മുട്ട് അങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വരാറുണ്ട്. ചില കേസുകളിൽ അത് രക്തോട്ടം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഒരു 6 months 1 year കൊണ്ട് അത് പിക്കപ്പ് ചെയ്യുകയും ചെയ്യും. അതൊരു ലോങ് ടേം ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പം കാണാറുണ്ട്. അരിത്മിയക്ക് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വട്ടം അരിത്മിയയിൽ തന്നെ നമ്മൾ മെയിൻലി ഹാർട്ടിൽ അപ്പർ ചേമ്പേഴ്സ് അല്ലെങ്കിൽ 4 അറകളാണ് മെയിനായിട്ടുള്ളത്. ഏട്രിയ എന്ന് പറയുന്ന മുകളിലത്തെ അറകളും വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞ ലോവർ താഴെയുള്ള അറകളും. വെൻട്രിക്കുലർ അരിത്മിയാസ് ആണ് പലപ്പോഴും ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് ഉള്ളത്. എട്രിയൽ അരിത്മിയാസ്, ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും യൂഷ്വലി മരണം എന്നുള്ളൊരവസ്ഥ അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടാക്കാറില്ല. നമുക്ക് എപ്പോഴും സമയം തരും, നമുക്ക് ഹോസ്പിറ്റലിൽ എത്താം, നെഞ്ചിടിപ്പ് തോന്നും, പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കാം. വെൻട്രിക്കുലർ അരിത്മിയയിൽ ഹാർട്ടിൻ്റെ മെയിൻ പമ്പിങ് പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥ വന്ന് കൊളാപ്സ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ വെൻട്രിക്കുലർ അരിത്മിയ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റെയർലി ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവിൽ വ്യത്യാസം കൊണ്ട് അരിത്മിയ വരാം. അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഒരു റൂൾ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അരിത്മിയ ഒന്നൊരാൾക്ക് പിന്നെ വരും എന്നുള്ളൊരിത് കൊണ്ട് നമ്മൾ ഈ ഡീഫിബ്രിലേറ്റർ ഉള്ളിൽ, നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെഷീൻ നമ്മൾ വെക്കുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഉണ്ടാകുമ്പോൾ ആ മെഷീൻ തന്നെ അരിത്മിയ ഡിറ്റക്ട് ചെയ്ത് ഷോക്ക് ഡെലിവറി, അപ്പോൾ ICD എന്ന് പറയുന്ന ഒരു ഡിവൈസ് നാട്ടിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അരിത്മിയക്ക് പിന്നീട് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്, എസ്പെഷ്യലി വെൻട്രിക്കുലർ അരിത്മിയസ്. അതിന് നമ്മൾ നമ്മൾ കാരണം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ നമുക്ക് കാരണം മനസ്സിലായില്ലെങ്കിൽ തന്നെ ഈ ഡിഫിബ്രിലേറ്റർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്, പേസ് മേക്കർ പോലത്തെ ഒരു ഡിവൈസ്. ഡോക്ടർ, ഞാൻ അവസാനമായിട്ട് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇപ്പം കാർഡിയാക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ആളുകൾക്ക് ഒരു ക്ലിയർ കാരണം ഇപ്പം പല ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിലാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. അത് പലരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഈ ഇൻഫർമേഷനകത്തുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എനിക്ക് തോന്നിയേക്കുന്നത് പറഞ്ഞാൽ ഇത് പലപ്പോഴും അട്രാക്റ്റീവ് ആണ്. ഇതൊരു സെല്ലിങ് സാധനമാണ് വിടുന്നത്. അത് അവരുടെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ നോളജ് ബേസ്ഡ് സാധനങ്ങളല്ല. ഇപ്പം ചില റിസർച്ചിൽ ചില എലമെന്റ് മാത്രം എടുത്തിട്ട് അതിനെ ബ്ലോ അപ്പ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ്. അത് ആളുകൾക്ക് ഭയങ്കര അപ്പീൽ ചെയ്യുകയും ചെയ്യും, അതിനനുസരിച്ച് വ്യൂസും കൂടുകയും ചെയ്യും. ഇപ്പോൾ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ വേണ്ട ആൾക്കാർ ക്ലിനിക്കൽ എവിഡൻസ് ബേസ്ഡ് റിസോഴ്സ് ഒരു സാധാരണക്കാരന് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും? പല വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് നമുക്ക് മറ്റേ അമേരിക്കയിലെ ഹാർട്ട് അസോസിയേഷൻ AHA എന്ന് പറയുന്ന AHAയുടെ വെബ്സൈറ്റിൽ ഹാർട്ടിൻ്റെ അരിത്മിയസിനെ പറ്റിയും ഹാർട്ട് അറ്റാക്കിനെ പറ്റിയും ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അതുപോലത്തെ മെയിൻലി മിക്ക കാർഡിയക് അസോസിയേഷൻസിനും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ഹാർട്ട് അസോസിയേഷൻ ഉണ്ട്, അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ മായോ ക്ലിനിക്, US മായോ ക്ലിനിക്കും ഇതുപോലത്തെ ജനറൽ പബ്ലിക്കിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. യൂഷ്വലി ഇങ്ങനത്തെ വെബ്സൈറ്റ്സിൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് യൂഷ്വലി കിട്ടുന്നത്. പിന്നെ ചില ഇൻഫർമേഷൻ സോഴ്സസ് ഉണ്ട്, അപ് ടു ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ പ്രശ്നം അത് കോസ്റ്റ്ലി ആണ്, സബ്സ്ക്രിപ്ഷനൊക്കെ വേണം. അപ്പോൾ അത് ജനറൽ പബ്ലിക്കിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ പിന്നെ പല ആപ്സും ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി അതൊരു മെഡിക്കൽ ഗ്രേഡ് ഇതായിരിക്കും. പക്ഷേ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, മയോ ക്ലിനിക്, ഇതെല്ലാം യൂഷ്വലി വളരെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും തരിക. റിസ്ക് കാൽക്കുലേറ്റേഴ്സും അവൈലബിൾ ആണ് അതിന്.
അതുപോലെ നമുക്ക് ഒരു കാർഡിയാക് ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ ഒരാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വരുത്താവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും ഡോക്ടർ അഭിപ്രായത്തിൽ? ഏറ്റവും ഈസി ആയിട്ടുള്ള ആദ്യം പറഞ്ഞ പോലെ നടക്കുക എന്നുള്ളതാണ്. ദിവസവും അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഗൈഡ് ലൈൻസിൽ പറയണത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 20 to 30 മിനിറ്റ്സ് ബ്രിസ്ക് വാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നടക്കരുത്. നമ്മൾ സാധാരണത്തെക്കാട്ടിലും കുറച്ച് വേഗത്തിൽ ഏകദേശം ഓടുന്നതിന് കുറച്ച് താഴെയുള്ള സ്പീഡിൽ നടക്കുന്നതാണ് ഹാർട്ടിന് വളരെ നല്ലത്. ഇത് നടക്കലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ, ഇപ്പോൾ ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ ടെന്നീസോ അങ്ങനത്തെ എന്തെങ്കിലും കളിക്കലാവാം. മൂവിങ്, അതാണ് ഹാർട്ടിന് ഏറ്റവും പ്രധാനം. നമ്മൾ ഇരിക്കരുത്, അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യരുത്. നടക്കാത്ത അവസ്ഥ, മൂവ് ചെയ്യാത്ത അവസ്ഥയാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമുക്ക് ഈസിലി ചെയ്യാവുന്നതുള്ളൂ, ചിലവില്ല. ദിവസവും നടക്കാൻ പലപ്പോഴും നമ്മുടെ കൺട്രിയിൽ തന്നെ പലപ്പോഴും നടക്കാൻ നല്ല എൻവയോൺമെന്റ് ആണ്, ട്രാഫിക് ഇല്ല. നാട്ടിലാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്, പുറത്തിറങ്ങി നടക്കാൻ തന്നെ റിസ്കിയാണ്, ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അതൊന്ന്. പിന്നെ ഭക്ഷണശൈലി, നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് മേജർ റിസ്ക് ഫാക്ടറാണ്. നമ്മൾ എണ്ണയിൽ വറുത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതെനിക്ക് നമ്മുടെ ഭക്ഷണശൈലിയിൽ വളരെ കൂടുതൽ. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഡയറ്റൊക്കെ നോക്കുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. ഫാറ്റ് ഉപയോഗിക്കുന്നത്, അതുപോലെ റെഡ് മീറ്റ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജനറലി റിസ്ക് കൂടുതലുള്ള ഫുഡാണ്. പിന്നെ നമ്മൾ മോണിറ്ററിങ്, ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സിംറ്റംസ് പലപ്പോഴും ഇഗ്നോർ ചെയ്യരുത്. അതാണ് ഏറ്റവും ഒരു കുറച്ച് അപകടമുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ സിംറ്റംസ് പലപ്പോഴും പറയാറുള്ള ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് സിംറ്റംസ് ഉണ്ടാവും, നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി സെൻസിറ്റീവ് ആവും, കൂടുതൽ വായിക്കും. നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്താലും എപ്പോഴും റിസ്ക് കുറവതാണ്. നമ്മളത് ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് കാണാറുള്ളത്, എസ്പെഷ്യലി ഹാർട്ടിൻ്റെ കേസിൽ. ഇവിടെ അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് GP കാണാൻ പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പാരസെറ്റമോളും ബ്രൂഫിനും തന്ന് വീട്ടിൽ വിടും. അതുകൊണ്ട് പലരും ഈ സിംറ്റംസ് അവർ ഡിസ്റിഗാർഡ് ചെയ്ത് അത് കൊണ്ടു നടക്കുന്നതായിട്ട് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. കറക്റ്റ്. നമുക്ക് ഇവിടെ പ്രൈമറി ഹെൽത്ത് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമുക്ക് ആക്സസ് ഇല്ല, കോസ്റ്റ്ലി ആണ്. നമുക്ക് നാട്ടിലെ പോലെ അല്ല, ഇവിടെ നമുക്ക് കോസ്റ്റ്ലി ആണ്. പിന്നെ ചിലപ്പം അതിപ്പോൾ എവിടെയായാലും, നാട്ടിലായാലും ഇവിടെയായാലും, ഞാൻ പറഞ്ഞ പോലെ സിംറ്റംസ് ക്ലിയർ കട്ട് ആവില്ല. പലർക്കും പല പോലെയായിരിക്കും സിംറ്റംസ് വരിക. അപ്പോൾ ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്യാം, മിസ്സായി പോവാം. പക്ഷെ എപ്പോഴും ഹെൽത്ത് അഡ്വൈസ് എടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിൽ നാട്ടിൽ എന്തായാലും എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടാവും, നമുക്ക് അറിയുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അഥവാ GPയിൽ നമുക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ GPയുടെ ഡയഗ്നോസിൽ തൃപ്തി ഇല്ലെങ്കിൽ, എപ്പോഴും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയനോ അറ്റ്ലീസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിൽ എന്തായാലും തെറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് നഴ്സിംഗ് കമ്മ്യൂണിറ്റി തന്നെ വളരെ വലുതാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളിലായാലും കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഉണ്ടാവും, മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സിംറ്റം നമുക്ക് വീണ്ടും വീണ്ടും വരുന്നു, നമുക്ക് ഒരു മെഡിക്കൽ ഒപ്പീനിയൻ ക്ലിയർ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഡിസ്കസ് ചെയ്യണോണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ GPയുടെ അടുത്ത് തന്നെ നമ്മൾ രണ്ടാമത് പോകുമ്പോഴും അവിടെ മടി കാണിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ഡേഞ്ചറസ് ആയിട്ട് വരാറുണ്ട്. ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുന്നതിന് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള കാര്യം. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കണം. നമ്മൾ ഡോക്ടേഴ്സിന് പോലും പറയാറുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഇതാണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അപകടം. നമ്മളത് സ്വന്തം ട്രീറ്റ് ചെയ്യുന്ന തരത്തിലെ പുലികളാണെന്ന് തോന്നുന്നു. പലപ്പോഴും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെ അതിനൊരു ചെറിയ കെണിയാന്ന് തോന്നുന്നു. ആളുകൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്ന പരിപാടികൾ ഇപ്പം കൂടി വരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ പറയുന്നത്, എനിക്ക് തന്നെ നമുക്ക് മരുന്ന് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല. വേറെ ഡോക്ടറിനെ പറ്റി എൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ വേറെ. പക്ഷെ അത് വളരെ സേഫാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പം നമുക്കും തിരക്കുകൾ ഉണ്ടാവും, നമ്മളും ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, ഇതാണെന്ന് വിചാരിക്കും. പിന്നെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് വേറെ ഡോക്ടറിനെ ഞാൻ സ്വന്തം തീരുമാനിച്ച് ട്രീറ്റ്, അത് പലപ്പോഴും വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലും അത് കണ്ടുവരാറുണ്ട്. ഓവർ ദ കൗണ്ടർ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പല ആൾക്കാരും മരുന്ന് വാങ്ങുന്നു. കാർഡിയക് പെയിന് ചിലപ്പം ഈ പറഞ്ഞ പോലെ പാരസെറ്റമോളോ ബ്രൂഫനോ കഴിച്ച് പിന്നീട് മേജർ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും ആ ഒരു എത്തിക്സും ഇതൊക്കെ കീപ്പ്, അല്ലെങ്കിൽ എപ്പോഴും സെക്കൻഡ് ഒപ്പീനിയനോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് ചോദിക്കുന്ന എപ്പോഴും സേഫ് ആയിട്ടുള്ള, ഈവൻ ഡോക്ടേഴ്സിനോ നഴ്സസിനോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താങ്ക് യു ഡോക്ടർ. ഈ 3 മണിക്കൂർ സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. അത് ഇതിനകത്ത് പറഞ്ഞ പല ഇൻഫർമേഷൻ വളരെ വാല്യുബിൾ ആണ്. ഇത് മലയാളി കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഹെൽത്ത് സിസ്റ്റം ഉള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം.